ഈ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇന്ദിരാഗാന്ധി വധവും തുടർന്നുള്ള സിഖ് കൂട്ടക്കൊലയും ഒക്കെ നടക്കുന്നത്. 1984 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ സുവർണക്ഷേത്ര സമുച്ചയത്തിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാകയ്ക്ക് പകരം അന്ന് ഖലിസ്ഥാൻ പതാക ഉയർത്തി. ഹിന്ദു വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അമൃതസറിലെ ഹിന്ദുക്കളായ കച്ചവടക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടു. ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇതിനിടെ സിഖ് പരമാധികാരമുള്ള രാഷ്ട്രം വേണമെന്നാവശ്യപ്പെട്ട് 1984 ജൂൺ 3 പ്രക്ഷോഭം ആരംഭിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടുകൂടിയാണ് കേന്ദ്രം കടുത്ത നടപടികളിലേക്ക് നീങ്ങാമെന്നൊരു ആലോചനയിലേക്ക് എത്തുന്നത്. 1984 ഇന്ദിരാഗാന്ധി സർക്കാർ ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഒരു സൈനിക നീക്കം നടത്തി. ജൂൺ 1 ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക ഉത്തരവ് ലഭിച്ചതിന് ശേഷം ജൂൺ 5, 6 തീയതികളിലായാണ് ഈ സൈനിക നടപടി നടന്നത്. ഒരു സൈനിക ഓപ്പറേഷൻ നടത്തി ഭിന്ദ്രൻവാര അടക്കമുള്ളവരെ തീർത്തില്ലെങ്കിൽ പഞ്ചാബ് കൈവിട്ടു പോകുമെന്നുള്ളൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ഇൻ്റലിജൻസ് വിങ് എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഇന്ദിരാഗാന്ധിക്ക് കൈമാറാൻ ഈ ഒരു ഇൻ്റലിജൻസ് വിഭാഗത്തിന് അന്ന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇന്ദിരാഗാന്ധി ഈ ഒരു നിർണായകമായ തീരുമാനം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന നിർണായകമായ തീരുമാനം എടുക്കുകയാണ് ഉണ്ടായത്. ജനറൽ AS വൈദിക്കായിരുന്നു ഈ ഒരു ആക്രമണത്തിൻ്റെ ചുമതല ലഭിച്ചിരുന്നത്. വലിയ ആസൂത്രണത്തോടുകൂടിയാണ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയത്. അതിന് മുൻപായിട്ട് സുവർണക്ഷേത്രത്തിൻ്റെ ഒരു സെറ്റ് തന്നെ ഈ സൈന്യം തയ്യാറാക്കുകയും ഇതിൻ്റെ മുക്കും മൂലയും ഉൾപ്പെടെ സൈന്യം പഠിക്കുകയും ചെയ്തു. ശേഷം അമൃതസറിലാണ് ഈ സുവർണക്ഷേത്രം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അമൃതസറിൽ കർഫ്യൂ ഏർപ്പെടുത്തി. തീവണ്ടി വിമാന സർവീസുകൾ റദ്ദാക്കി. വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഏറ്റവും എടുത്തു പറയേണ്ടത് പാകിസ്ഥാന് ഒരു തരത്തിലും ഈ ഖലിസ്ഥാൻവാദികളെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത വിധം പാകിസ്ഥാൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. അങ്ങനെ പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും ഇല്ലാതാക്കി. ശേഷം ജൂൺ 5 വൈകിട്ട് 7 മണിക്ക് സൈന്യത്തിലെ 16ാം റെജിമെൻറ്റിലെ ടാങ്കുകൾ സുവർണക്ഷേത്ര സമുച്ചയത്തിലേക്ക് നീങ്ങിയതോടുകൂടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചു. പക്ഷേ അന്നൊരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു ഈ സിഖ് വിശ്വാസികൾക്ക്. സിഖുകാരുടെ 5ാമത്തെ ഗുരു എന്നറിയപ്പെടുന്ന അർജുൻ സിംഗിൻ്റെ രക്തസാക്ഷി ദിനമായിരുന്നു അന്ന്. ഈ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ 10,000-കണക്കിന് ഗ്രാമവാസികളും ഭക്തന്മാരുമാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയത്. ഈ സൈന്യം അങ്ങോട്ട് എത്തിയതോടുകൂടി ഉച്ചഭാഷണിയിലൂടെ സൈന്യം ഈ ഭക്തർക്ക് നിർദ്ദേശം നൽകി എല്ലാവരും പുറത്തേക്ക് പോകണം എന്നുള്ളത്. പക്ഷേ വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ഈ തീവ്രവാദികൾ തടഞ്ഞു വെക്കുകയും അവരൊരു രക്ഷാകവചമാക്കി മുന്നിൽ നിന്നുകൊണ്ട് സൈന്യത്തിനെതിരെ ഇവർ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങി. സൈന്യത്തിനെതിരെ മെഷീൻ ഗണ്ണുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയുടെ നിരവധി പാരാ കമാൻഡോമാർ ഈ ഒരു ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ തുടങ്ങി. ഇത് കണ്ടതോടുകൂടി ഇന്ത്യൻ സൈന്യം